ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ട്രംപിന്റെ അധിനിവേശ പ്രസ്താവനകളും പ്രവൃത്തികളുമായിരുന്നു പോയ വാരം പല ലോക വിപണികളുടെയും ഗതിയെ നിർണ്ണയിച്ചത്. വെനസ്വേലയ്ക്ക് മേലുള്ള അധിനിവേശത്തിന് ശേഷം ഗ്രീൻലാൻഡിന് മേലാണ് ട്രംപ് പുതിയ അവകാശവാദം ഉന്നയിച്ചത്. തുടർന്ന് ഇറാനെ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കുകയും കൂടി ചെയ്തതോടെ പല ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കും ഇത് നയിച്ചു. ഇതിന്റെ പ്രതിഫലനം ഇന്ത്യൻ വിപണികളിലും ദൃശ്യമായി. എന്നിരുന്നാലും അനുകൂലമായ മാക്രോ ഡാറ്റകളും കോർപ്പറേറ്റ് റിസൾട്ടുകളും ഒരു പരിധിവരെ വിപണിക്ക് താങ്ങായി. അനുമാനങ്ങൾക്ക് അനുസൃതമായ TCSന്റെ പാദഫലവും അനുമാനങ്ങളെ മറികടന്ന ഇൻഫോസിസ്, HCL ടെക് എന്നിവയുടെ പാദഫലങ്ങൾ ക്രൂഷ്യൽ ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വിപണിയെ സഹായിച്ചു. പ്രതിവാരാടിസ്ഥാനത്തിൽ നിഫ്റ്റി ഫ്ലാറ്റായ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഈ പാദഫലങ്ങളുടെ കരുത്തിൽ വീക്ക്ലി ബേസിസിൽ IT സൂചിക 2.79% കുതിപ്പാണ് നടത്തിയത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഒപ്പം പ്രമുഖ PSU ബാങ്കുകളുടെ മികച്ച പാദഫലങ്ങൾ കൂടി വന്നതോടെ PSU ബാങ്കിംഗ് സൂചിക 4.8% മുന്നേറ്റവും നടത്തി. നിഫ്റ്റി ബാങ്ക് സൂചികയുടെ നേട്ടം 1.42%. ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ കോപ്പർ, സിൽവർ പോലുള്ള കമ്മോഡിറ്റീസിൽ നിക്ഷേപം എത്തിയത് മെറ്റൽ സൂചികയെ സർവകാല ഉയരം മറികടക്കുന്നതിന് സഹായിച്ചു. നേട്ടം 4.55%. ടെക്നിക്കലി ദുർബലമായ നിഫ്റ്റി റിയൽറ്റിയാണ് നഷ്ടം നേരിട്ടതിൽ പ്രധാനി. നഷ്ടം 2.4%. തുടർന്ന് നിഫ്റ്റി ഫാർമ, ഓട്ടോ, മീഡിയ എന്നിവയും വീക്ക്ലി ബേസിസിൽ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. US-ലെ പ്രമുഖ ബാങ്കുകളായ ബാങ്ക് ഓഫ് അമേരിക്ക, JP മോർഗൻ എന്നിവയുടെ മികച്ച പാദഫലങ്ങൾ US വിപണിക്ക് കരുത്തു പകർന്നു. എന്നിരുന്നാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കുകളുടെ ഒരു വർഷത്തെ പരിധി 10% ആക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ബാങ്കുകളുടെയും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഓഹരികളെ സമ്മർദ്ദത്തിലാക്കി. സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റിനെ നിലവിലെ സ്ഥാനത്തിൽ നിലനിർത്തുമെന്ന് സൂചന ട്രംപ് നൽകിയതിനെ തുടർന്ന് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പിൻഗാമിയായി ഹാസറ്റ് വരുമെന്ന വിപണിയുടെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിച്ചു. ഒപ്പം മികച്ച ലേബർ മാർക്കറ്റ് ഡാറ്റകളും US വിപണികൾക്ക് തുണയായി. ഡൗ ജോൺസ് സൂചിക സർവകാല ഉയരം മറികടന്നെങ്കിലും ആരോഗ്യകരമായ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു. പ്രതിവാര അടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് 0.29% നേരിയ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. നാസ്ഡാക്ക് 100 0.92% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ S&P 500 സൂചിക 0.38% നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഒരു ലോങ് വീക്കെൻഡിലേക്കാണ് US വിപണികൾ കടക്കുന്നത്. ജനുവരി 19 മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേയെ തുടർന്ന് US വിപണികൾക്ക് അവധിയായിരിക്കും. ജനുവരി 21 US പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന US വിപണിക്കും ആഗോള വിപണിക്കും നിർണായകമാകും. കൂടാതെ അന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഡിസംബറിലെ പെൻഡിംഗ് ഹോം സെയിൽസ് ഡാറ്റയും നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ജനുവരി 22 US-ന്റെ Q3 GDP അനുമാനങ്ങൾ പ്രസിദ്ധീകരിക്കും. മികച്ച വളർച്ചയാണ് GDP-യിൽ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ അന്ന് തന്നെ വരുന്ന പെൻഡിംഗ് ആയിരുന്ന നവംബറിലെ PCE, കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കും. ജനുവരി 23 S&P ഗ്ലോബൽ പബ്ലിഷ് ചെയ്യുന്ന നിർമ്മാണ ഇതര സർവീസസ് PMI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഗ്രീൻലാൻഡിന് മേലുള്ള ട്രംപിന്റെ തുടർച്ചയായ അവകാശവാദങ്ങളും അനുമാനങ്ങൾക്കനുസൃതമായ ഡാറ്റകളുമായിരുന്നു പോയ വാരം യൂറോപ്യൻ വിപണികളെ നയിച്ചത്. പ്രതിവാരാടിസ്ഥാനത്തിൽ CAC 40 1.23% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ FTSE 100 1.09% കുതിപ്പാണ് കാഴ്ചവെച്ചത്. ഡാക്സ് സൂചിക ഫ്ലാറ്റായും ട്രേഡിംഗ് അവസാനിപ്പിച്ചു. അടുത്ത ആഴ്ച ജനുവരി 19 യൂറോസോണിന്റെ CPI, കോർ CPI ഡാറ്റകളോടായിരിക്കും ആദ്യം വിപണി പ്രതികരിക്കുക. ജനുവരി 20 ബ്രിട്ടന്റെ നവംബറിലെ തൊഴിലില്ലായ്മ നിരക്കുകളും പ്രസിദ്ധീകരിക്കും. ഒപ്പം ജർമ്മൻ PPI ഡാറ്റയും അന്ന് എത്തുന്നതായിരിക്കും. ജനുവരി 20 ബ്രിട്ടന്റെ CPI, PPI ഡാറ്റകൾ കൂടി പ്രസിദ്ധീകരിക്കും. ഈ ഡാറ്റകളോടെ കൺസ്യൂമേഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പണപ്പെരുപ്പത്തെ വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കുന്നതായിരിക്കും. ഒപ്പം ECB പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ പ്രസ്താവനകളും നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. ഫ്രാൻസ്, ബ്രിട്ടൻ, യൂറോസോൺ, ജർമ്മനി എന്നിവയുടെ നിർമ്മാണ സർവീസസ് PMI കണക്കുകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പോസിറ്റ് PMI ഡാറ്റകളും യൂറോപ്യൻ നിക്ഷേപകരെ ആകർഷിച്ചേക്കാം. ബ്രിട്ടന്റെ റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളും അന്നെത്തുന്നതായിരിക്കും. മികച്ച ഡാറ്റകളായിരുന്നു പോയ വാരത്തിൽ ഏഷ്യൻ വിപണികളെ നയിച്ചത്. തുടക്കത്തിൽ വരുന്ന ചൈനയുടെ GDP, വ്യാവസായിക ഉൽപാദന ഡാറ്റ, തൊഴിലില്ലായ്മ നിരക്ക് എന്നീ ഡാറ്റകളോടായിരിക്കും ആദ്യം ഏഷ്യൻ വിപണികൾ പ്രതികരിക്കുക. ഈ ഡാറ്റകളോടെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ പ്രകടനം വിലയിരുത്താൻ സാധിക്കും. 19 ലോൺ പ്രൈം നിരക്കുകൾ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന പ്രഖ്യാപിക്കും.
ജനുവരി 22-ന് ബാങ്ക് ഓഫ് ജപ്പാന്റെ ധനനയ യോഗ തീരുമാനങ്ങളും അറിയാൻ കഴിയുന്നതായിരിക്കും. ഒപ്പം ജപ്പാനീസ് എക്കോണമിയെ എങ്ങനെയാണ് ബാങ്ക് ഓഫ് ജപ്പാൻ വിലയിരുത്തുന്നതെന്ന് വിപണിക്ക് വിലയിരുത്താൻ സാധിക്കും. കൂടാതെ ജപ്പാന്റെ CPI, കോർ CPI കണക്കുകളും സർവീസസ് PMI കണക്കുകളും എത്തും. ജനുവരി 23-ന് ബാങ്ക് ഓഫ് ജപ്പാന്റെ പ്രസ് കോൺഫറൻസും നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കുന്നതായിരിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിൽ വില വർധനവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 1.21% ഉയർന്ന് ബാരലിന് 63.39 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WT ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 1.01% ഇടിവോടെ ബാരലിന് 59.02 എന്ന ലെവലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ഇറാൻ സംഘർഷം നിഴലിച്ചു നിന്ന ഈ വാരം ക്രൂഡ് വിപണിയിൽ വലിയ വോളറ്റാലിറ്റിയാണ് കാണാൻ സാധിച്ചത്. ക്രൂഡ് വില ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഉയരമാണ് രേഖപ്പെടുത്തിയത്. US-ന്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ നേരിട്ടോ സൈനിക നീക്കമോ മറ്റും നടപടികളോ ഉണ്ടായാൽ സ്റ്റാർറ്റ് ഓഫ് ഹോർമസ് വഴിയുള്ള എണ്ണ വിനിമയം തടസ്സപ്പെടുമോ എന്ന ആശങ്കയിലാണ് എണ്ണ വിലയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കാരണമായത്. എന്നാൽ ഉടനെ US നേരിട്ടുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്ന വാർത്തകൾ വന്നതോടെ എണ്ണ വില കുറയുന്നതുമാണ് ഈ വാരം കാണാൻ സാധിച്ചത്. വരുന്ന ആഴ്ചയും ആഗോള സംഘർഷങ്ങൾ തന്നെയാകും എണ്ണ വിലയുടെ ഗതി നിശ്ചയിക്കുക. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് 62.84 എന്ന ലെവലിലും തുടർന്ന് 62.03 എന്ന ലെവലിലുമാണ്. ഇത് മറികടക്കുകയാണെങ്കിൽ 61.02 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യും. അപ്സൈഡിലേക്ക് വരുമ്പോൾ 63.9 എന്ന ലെവലിലാണ് ആദ്യ റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ 64.9 എന്ന ലെവലും 65.5 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. WT ക്രൂഡിലേക്ക് കടക്കുമ്പോൾ ആദ്യ സപ്പോർട്ട് 57.6 എന്ന ലെവലിലാണ്. 56 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നതാണ്. കൂടാതെ 53.6 എന്ന ലെവലും അടുത്ത സപ്പോർട്ടായി പരിഗണിക്കാം. മറുവശത്ത് 60.8 ആദ്യ റെസിസ്റ്റൻസ്. ഈ ഒരു ലെവൽ മറികടന്നാൽ 62.5 എന്ന ലെവലും 64.7 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 1.92% ഉയർന്ന് സർവകാല ഉയരം തൊട്ട് $4,595.51 ട്രോയ് ഔൺസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US കോർ CPI കണക്കുകൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ നിന്നതുകൊണ്ട് തന്നെ കൂടുതൽ റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ സ്വർണത്തിന്റെ ഉയർച്ചയ്ക്ക് കൂടുതൽ അവസരമുണ്ടാക്കി. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് 4,570.7 എന്ന ലെവലിലും 4,538.6 എന്ന ലെവലിലുമാണ്. പിന്നീട് 4,440.2 എന്ന ലെവലും സപ്പോർട്ടായി ആക്ട് ചെയ്യാം. മറുവശത്ത് ആദ്യ റെസിസ്റ്റൻസ് 4,642.5 എന്ന ലെവലും പിന്നീട് 4,680.5 എന്ന ലെവലും കണക്കാക്കാം. ഈ ഒരു ലെവൽ മറികടന്നാൽ 4,700 എന്ന ലെവലാണ് അടുത്ത റെസിസ്റ്റൻസായി ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ രൂപ പോയ വാരത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. USD INR വാരാന്ത്യത്തിൽ 0.5% ഉയർന്ന് 90.66 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 90.28 എന്ന ലെവലും തുടർന്ന് 89.9 എന്ന ലെവലുമാണ്. മറുവശത്ത് 90.8 എന്ന ലെവലാണ് ആദ്യ റെസിസ്റ്റൻസായി കണക്കാക്കാവുന്നത്. ഈ ഒരു ലെവൽ മറികടന്നാൽ 91 എന്ന ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് നടത്തിയത്. FIകൾ 14,265 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ DIകൾ 16,173 കോടി രൂപയുടെ നിക്ഷേപവും ഇതേ കാലയളവിൽ നടത്തി. കഴിഞ്ഞ വാരം വിപണിക്ക് നിർണായകമായത് CPI, WPI കണക്കുകൾ തന്നെയായിരുന്നു. ജനുവരി 12-നെത്തിയ CPI മുൻ മാസത്തിലെ 0.71% നിന്നും 1.33% റിപ്പോർട്ട് ചെയ്തു. 1.5% ഉയരുമെന്നായിരുന്നു അനുമാനങ്ങൾ. ജനുവരി 14-ന് WPI ഇൻഫ്ലേഷൻ ഡാറ്റയും റിപ്പോർട്ട് ചെയ്തു. അനുമാനങ്ങളെ മറികടന്ന് WPI ഇൻഫ്ലേഷൻ 0.83%-ലെത്തി. WPI ഫുഡ് ഇൻഫ്ലേഷൻ -0.43%-ആയും WPI ഫ്യൂവൽ ഇൻഫ്ലേഷൻ -2.31%-ആയും WPI മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ 1.8%-ആയും രേഖപ്പെടുത്തി. വരുന്ന വാരം ജനുവരി 21-ന് M3 മണി സപ്ലൈ കണക്കുകളും പ്രഖ്യാപിക്കും. തൊട്ടുപിന്നാലെ ജനുവരി 23-ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസസ് PMI കണക്കുകളും എത്തും. അന്ന് തന്നെ ബാങ്ക് ലോൺ ഗ്രോത്ത് ഡാറ്റകളും പ്രഖ്യാപിക്കും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ജനുവരി 23-ന് റിപ്പോർട്ട് ചെയ്യും. ജനുവരി 9-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $392 ബില്യൺ ഉയർന്ന് $687.19 ബില്യൺ.
കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനികളായ TCS, HCL ടെക്, ടാറ്റ എലക്സി, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, വിപ്രോ, HDFC AMC, ജിയോഫിൻ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഫെഡറൽ ബാങ്ക് എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയെ സ്വാധീനിച്ചത്. IT കമ്പനികൾ വരുമാനം വർദ്ധിപ്പിച്ചെങ്കിലും അധിക ചെലവുകൾ കാരണം ലാഭം അത്ര ശക്തമായിരുന്നില്ല. AI ക്ലൗഡ് സേവനങ്ങളിലേക്കുള്ള ആവശ്യകതകൾ തുടർന്നും നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത കാലയളവിൽ ബിസിനസ് സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. TCS വരുമാന വളർച്ച രേഖപ്പെടുത്തി, ലാഭം സ്ഥിരതയിലായിരുന്നു. ഇൻഫോസിസിന്റെ വരുമാനം ഉയർന്നു, എന്നാൽ വൺ ടൈം ലേബർ കോസ്റ്റ് കാരണം ലാഭം കുറവാണ് രേഖപ്പെടുത്തിയത്. വിപ്രോയുടെ വരുമാനം വർദ്ധിച്ചെങ്കിലും ലാഭം ഇടിവാണ് രേഖപ്പെടുത്തിയത്. ടെക് മഹീന്ദ്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചു. AI ക്ലൗഡ് മേഖലകളിലെ ആവശ്യകത ഭാവിയിൽ വളർച്ചയ്ക്ക് പിന്തുണ നൽകുമെന്നാണ് കമ്പനികളുടെ വിലയിരുത്തൽ. ഫെഡറൽ ബാങ്കിന്റെ Q3 ഫലം നല്ല പ്രകടനമായാണ് രേഖപ്പെടുത്തിയത്. ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 1041 കോടി രൂപയായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. റിലയൻസ് ഇൻഡസ്ട്രീസ് മൂന്നാം പാദത്തിൽ നേരിയ വാർഷിക ലാഭ വളർച്ച റിപ്പോർട്ട് ചെയ്തു. അതേസമയം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ഈ പാദത്തിൽ ഇരട്ട അക്ക വർധനവ് രേഖപ്പെടുത്തി. ജനുവരി 17 വന്ന HDFC, ICIC, IDBI, യെസ് ബാങ്ക്, RBL ബാങ്ക് ഓഹരികളുടെ റിസൾട്ടിനോടാകും വിപണി അടുത്ത വാരം ആദ്യം പ്രതികരിക്കുക. ഹിന്ദുസ്ഥാൻ സിങ്ക്, LTI മൈൻട്രി, IRFC, ടാറ്റ ക്യാപിറ്റൽ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, BHE, ഒബ്റോയ് റിയൽറ്റി എന്നീ കമ്പനികളുടെ പാദഫലങ്ങൾ എത്തുന്നത് ജനുവരി 19-നാണ്. മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് രാജ്യത്തെ മൂന്നാമത്തെ വലിയ PSU ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് 2025-ലെ അവസാന 3 മാസത്തെ സാമ്പത്തിക ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലാർജ്ലി സ്റ്റഡി ഫിനാൻഷ്യൽ പെർഫോമൻസ് രേഖപ്പെടുത്തുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. അസറ്റ് ക്വാളിറ്റിയിലെ നേരിയ പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ ബിസിനസ്സിലെ സ്ഥിരമായ വളർച്ച ബാങ്കിന്റെ ലാഭം വർദ്ധിപ്പിക്കുമെന്നും അനലിസ്റ്റുകൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. PSU കമ്പനിയായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന്റെ ക്വാർട്ടർലി ഫലങ്ങൾ പുറത്തു വരാനിരിക്കെ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ അവരുടെ ഓഹരികളിൽ പോസിറ്റീവ് നിലപാടാണ് ഇപ്പോൾ തുടരുന്നത്. 21-ന് റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ ഡോക്ടർ റെഡ്ഡീസ്, HPC, ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ആനന്ദ് രാജ് എന്നിവരാണ്. US-ലെ ജനറിക് ക്യാൻസർ മരുന്നിന്റെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം വാങ്ങുന്നത് ഡോക്ടർ റെഡ്ഡീസിന്റെ അറ്റാദായത്തിൽ കുത്തനെ ഇടിവിന് ഇടയാക്കാമെന്ന് വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ശക്തമായൊരു പാദഫലം റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ റിസൾട്ടും വിപണി വളരെയധികം ഒറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യൻ ബാങ്ക്, അദാനി എനർജി സൊല്യൂഷൻ, അദാനി ടോട്ടൽ ഗ്യാസ്, കോഫോർജ് എന്നിവരുടെ റിസൾട്ട് എത്തുന്നത് ജനുവരി 22-നാണ്. 23-ന് റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ JSW സ്റ്റീൽ, അദാനി ഗ്രീൻ എനർജി, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ്, സിപ്ല, ഇൻഡസൻഡ് ബാങ്ക്, ലോറസ് ലാബ് എന്നിവരാണ്. നിയർ ഡബിൾ ഡിജിറ്റ് കൺസോളിഡേറ്റഡ് റവന്യൂ ഗ്രോത്ത് ആൻഡ് ഡബിൾ ഡിജിറ്റ് എബിറ്റ വളർച്ചയും പ്രതീക്ഷിക്കുന്നതായാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് പ്രതീക്ഷിക്കുന്നത്. GST നിരക്കുകൾ കുറച്ചതിനെ തുടർന്ന് പണപ്പെരുപ്പം കുറയുന്നതും വരും പാദങ്ങളിൽ ഉപഭോഗത്തിൽ ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുമെന്നും കമ്പനി ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട്. 24-ന് റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനികൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അൾട്രാടെക് സിമെന്റ് എന്നിവരാണ്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്ത ആഴ്ച ജനുവരി 19-ന് ഭാരത് കോക്കിംഗ് കോൾ ഓഹരികളാണ് ആദ്യം ലിസ്റ്റ് ചെയ്യുക. 1972-ൽ സ്ഥാപിതമായ കമ്പനി കോക്കിംഗ് കോൾ, നോട്ട് കോക്കിംഗ് കോൾ ആൻഡ് വാഷ്ഡ് കോൾ എന്നിവയുടെ ഉൽപ്പാദനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രൈസ് ബാൻഡായി നിശ്ചയിച്ചിരിക്കുന്നത് 21 രൂപ മുതൽ 23 രൂപ വരെയായിരുന്നു. ജനുവരി 9-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചത് ജനുവരി 13-നാണ്. ഇഷ്യൂയിലൂടെ 1071.1 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. അമാഗി മീഡിയ ലാബ്സ് ഓഹരികളും വരുന്ന വാരം ലിസ്റ്റ് ചെയ്യും. 2008-ൽ സ്ഥാപിതമായ കമ്പനി ക്ലൗഡ് ബേസ്ഡ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് കണക്റ്റഡ് TV മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 343 രൂപ മുതൽ 361 രൂപ വരെയായിരുന്നു. ജനുവരി 13-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചത് ജനുവരി 16-നാണ്. ഇഷ്യൂയിലൂടെ 1788.62 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. ജനുവരി 21-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുക. ജനുവരി 20-ന് ഷാഡോ ഫാക്സ് ടെക്നോളജീസ് ഓഹരികളുടെ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കും. 2016-ൽ സ്ഥാപിതമായ കമ്പനി ലോജിസ്റ്റിക് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇഷ്യൂയിലൂടെ 1907.27 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ജനുവരി 22-നാണ് സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത്. പ്രൈസ് ബാൻഡായി നിശ്ചയിച്ചിരിക്കുന്നത് 118 രൂപ മുതൽ 124 രൂപ വരെയാണ്. ജനുവരി 28-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുക. വെള്ളിയാഴ്ച നിഫ്റ്റി ഇൻഡെക്സ് 25,900 റീക്ലെയിം ചെയ്യാൻ ശ്രമിച്ചു. എങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ നേരിയ നേട്ടത്തോടെയാണ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്.
വീക്കിലി ബേസിസിൽ 0.04% നേട്ടം രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ വീക്കിലി ഡെയിലി ചാർട്ടുകളിൽ ഡോജി പാറ്റേൺ ഫോം ചെയ്തതുകൊണ്ട് മാർക്കറ്റിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇൻഡെക്സ് 25,600, 25,900 എന്ന റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്തേക്കുമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. 26,000 എന്ന ലെവല് റെസിസ്റ്റൻസായി കൺസിഡർ ചെയ്യാമെന്നാണ് സെൻട്രം ബ്രോക്കിംഗ് ടെക്നിക്കൽ ഹെഡായ നിലേഷ് ജെയിൻ പറയുന്നത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവർ റാലി ഉണ്ടായേക്കാമെന്നും മറിച്ച് ഡൗൺ സൈഡിൽ 25,600 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ തികച്ചും ഔട്ട് പെർഫോമൻസ് ആണ് നിഫ്റ്റിയെ അപേക്ഷിച്ച് കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ 1% ഉയർന്ന് 500 പോയിന്റിലധികം നേട്ടത്തോടെയാണ് ബാങ്കിംഗ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. ടെക്നിക്കലി 58,600, 58,750 എന്ന ഡിമാൻഡ് സോണിൽ നിന്നും ശക്തമായ ബൈയിങ് ആണ് സൂചികയെ നേട്ടത്തിലേക്ക് നയിച്ചത്. ചാർട്ടിൽ ഒരു ലോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതുകൊണ്ടും ഒപ്പം മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ പോസിറ്റീവ് ബയാസ് തുടരുന്നതുകൊണ്ടും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ സ്ട്രക്ചർ പോസിറ്റീവ് ആണെന്നാണ് LKP സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റായ വാട്സൽ ബുവ അഭിപ്രായപ്പെടുന്നത്. ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി 59,500 എന്ന ലെവലും അപ്സൈഡിൽ 60,500 എന്ന ലെവലിൽ റെസിസ്റ്റൻസായി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കോർപ്പറേറ്റ് റിസൾട്ടുകളുടെ പിൻബലത്തിൽ ശക്തമായ തിരിച്ചുവരവിന് ഇന്ത്യൻ വിപണികൾ ശ്രമിച്ചുവെങ്കിലും ഹൈ ലെവലിൽ ശക്തമായ വിൽപ്പന സമ്മർദ്ദമാണ് നേരിട്ടത്. എങ്കിലും മെറ്റൽ പോലുള്ള പല സെക്ടറുകളും ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയ പൊസിഷൻ നിലനിർത്തി മികച്ച മുന്നേറ്റവും നടത്താൻ സാധിച്ചു. മാർക്കറ്റ് ഹവേഴ്സിന് ശേഷം വന്ന റിലയൻസ്, HDFC ബാങ്ക് തുടങ്ങി നിഫ്റ്റി 50 ഭീമന്മാരുടെ റിസൾട്ടിൻ്റെ റെസ്പോൺസും തീർച്ചയായും അടുത്ത ആഴ്ച വിപണിയുടെ ഗതിയെ സ്വാധീനിക്കും. എന്നിരുന്നാലും ടെക്നിക്കലി നിഫ്റ്റി 50യിലെ കൺസോൾട്ടേഷൻ തുടരാനുള്ള സാധ്യത ഏറെയാണെന്നാണ് വിദഗ്ധരുടെ അനുമാനം. അതേസമയം നിഫ്റ്റി ബാങ്ക് സൂചിക താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. വരുന്ന റിസൾട്ടുകളുടെ പിൻബലത്തിൽ വിപണിക്ക് വീണ്ടും കരുത്ത് ലഭിക്കുമോ അതോ റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് മാത്രമാണോ ഉണ്ടാകുക എന്ന് കാത്തിരുന്ന് കാണാം. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.